ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ചോറിന് നല്ലൊരു സൈഡ് ഡിഷായിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. 3 ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുള്ളൂ, വളരെ കുറച്ച് സാധനങ്ങൾ മതി. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 500 ഗ്രാം ചേമ്പ് ഞാൻ ഉപ്പിട്ട് പുഴുങ്ങിയതാണ്, കുറച്ച് വെള്ളത്തോടു കൂടി പുഴുങ്ങി വച്ചിരിക്കുകയാണ്. പിന്നെ ഒരു 15 ചെറുള്ളി വട്ടത്തിലരിഞ്ഞത് വേണം. ഇനി നിങ്ങൾക്ക് സവാള വേണമെങ്കിൽ ഉപയോഗിക്കാം, ചെറുള്ളി ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ ഞാൻ കുറച്ച് മൈക്രോ ഗ്രീൻസ് എടുത്തിട്ടുണ്ട്. ഇതെൻ്റെ കയ്യിലുള്ളതാണ്, അതൊരു പിടിയോളം ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ഉപയോഗിക്കണ്ട. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ വേണം, വെളിച്ചെണ്ണ വേണം. ഇത്രയും സാധനങ്ങൾ മതി നമുക്കിതുണ്ടാക്കാനായിട്ട്. അപ്പോൾ പാൻ ചൂടായി കഴിഞ്ഞപ്പോഴേക്കും എണ്ണ ഒഴിച്ച് ചൂടായി. അതിലേക്ക് ചെറുള്ളി ചേർത്ത് കൊടുക്കുക, വട്ടത്തിലരിഞ്ഞത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ കളറ് ചേഞ്ച് ആകുന്നത് വരെ വഴറ്റി കൊടുക്കണം. ചെറുള്ളി ഗോൾഡൻ കളറാവുന്നത് വരെ കുക്ക് ചെയ്യുക. ഗോൾഡൻ കളറായിട്ടുണ്ട് ഇപ്പോൾ. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഇപ്പോൾ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കൂടി ചേർത്ത് 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ കുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ ഇത് മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. കറിവേപ്പിലയൊക്കെ നന്നായിട്ട് ഈ എണ്ണയിൽ കിടന്ന് വാടുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചേമ്പ് ചേർത്ത് കൊടുക്കാം. ചേമ്പ് കുറച്ച് വെള്ളത്തോടു കൂടി വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട്, കാരണം ഇനി ഈ ഗ്രേവിയിൽ കിടന്ന് ഈ ചേമ്പ് കുക്കാകാനുണ്ട്. ആദ്യം തന്നെ വെള്ളം ചേർത്തിട്ട് ഈ മസാല ഒന്ന് അഴിപ്പിക്കുക. അതിന് ശേഷമാണ് നമ്മൾ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ചേർത്തതിന് ശേഷം, ചേമ്പിൻ്റെ പുഴുങ്ങിയ വെള്ളമാണ് കേട്ടോ, അത് ചേർത്തതിന് ശേഷം അത് തിളക്കാൻ തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് ചേമ്പിൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പോൾ ഈ മസാലയൊക്കെ ചേമ്പിൻ കഷ്ണങ്ങളിൽ പിടിച്ച് നല്ല സോഫ്റ്റ് ആകും. ചേമ്പിൻ കഷ്ണങ്ങൾ ഏകദേശം ഒരു 3/4 വേവേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഗ്രേവിയിൽ കിടന്ന് നന്നായിട്ട് കുക്കാവും. അപ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും ഈ ചേമ്പ് മെഴുക്ക് വരട്ടിക്ക്. അപ്പോൾ ഇത് വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഏകദേശം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് ഞാൻ കുക്ക് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് തിളച്ച് ചാറൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നന്നായിട്ട് ഈ ചേമ്പിൻ കഷ്ണങ്ങളിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന മൈക്രോ ഗ്രെയിൻസ് ഞാൻ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിപ്പോൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് 2 ഗുണങ്ങളാണ് കിട്ടുന്നത്. കിഴങ്ങിൻ്റെയും കിട്ടും, ഈ ചീരയുടെ ഗുണങ്ങളും കിട്ടും. ചീര വളരെ നല്ലതാണ്, അതായത് മൈക്രോ ഗ്രീൻസ് നമ്മൾ വീട്ടിൽ തന്നെ വളർത്തിയെടുത്തതാണ്. അപ്പോൾ വളരെ നല്ല ഗുണമുള്ളതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിത് ചെറുപയർ മുളപ്പിച്ച ചീരയാണ് കേട്ടോ. ഇത് ഒരു 2 ഇഞ്ച് പൊക്കത്തിൽ വളർന്നതാണിത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. മിക്സ് ചെയ്യാൻ നന്നായിട്ട്. ചീരയ്ക്ക് അധികം വേവൊന്നുമില്ല, എന്നാലും നമുക്കൊന്ന് കവർ ചെയ്ത് 1 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കവർ ചെയ്ത് 1 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ 1 മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം.
നന്നായിട്ട് ഗ്രേവിയൊക്കെ കഷ്ണങ്ങളിൽ പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ചേമ്പ് മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ചോറിന് നല്ലൊരു കോമ്പിനേഷനാണ്. വളരെ നല്ല ടേസ്റ്റാണ് ഈ മെഴുക്ക് പുരട്ടി ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. വീണ്ടും ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.